നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മർദ്ദനത്തിൽ യുവാവിന് കേൾവിശക്തി നഷ്ടപ്പെട്ടതായി പരാതി. ആനന്ദപുരം സ്വദേശി ഷിബിനാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ലോൺ അടയ്ക്കാനായി കുടുക്കയിൽ സൂക്ഷിച്ച പണം എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിനിടയിൽ സ്ത്രീയെ ആക്രമിച്ച് മോഷ്ടാവ് പണവുമായി കടന്നുകളഞ്ഞു. തെക്കേത്തുറവ് പൂതംകുറ്റി ഉഷയെയാണ് മോഷ്ടാവ് ആക്രമിച്ചത്. മണ്ണമ്പേട്ട വട്ടനാത്ര റോഡിലെ പാതയോരത്തെ കാനയുടെ സ്ലാബുകൾക്കിടയിൽ സ്ത്രീയുടെ കാൽ കുടുങ്ങി ഗുരുതര പരിക്ക്. മാടിയാക്കു ജോയ്സിക്കാണ് പരിക്കേറ്റത്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിന്റെ ശിലാഫലക അനാച്ഛാദനവും പൊതുയോഗ ഉദ്ഘാടനവും കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകര മേൽപ്പാലം കേന്ദ്രീകരിച്ച് ഇരുചക്ര വാഹനങ്ങൾ മോഷണം പോകുന്നത് പതിവാകുന്നു. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഏരിയ കൺവെൻഷൻ മറ്റത്തൂരിൽ സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ കപ്പ്യാരത്ത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മർദ്ദനത്തിൽ യുവാവിന് കേൾവിശക്തി നഷ്ടപ്പെട്ടതായി പരാതി. ആനന്ദപുരം സ്വദേശി ഷിബിനെ വാഹനം നിർത്താത്തതിന് പിന്തുടർന്നെത്തി മർദ്ദിച്ചുവെന്നാണ് പരാതി. പുതുക്കാട് സർവീസ് റോഡിൽ വെച്ചായിരുന്നു സംഭവം. മർദ്ദനത്തിൽ യുവാവിന്റെ കർണപുടം തകർന്നതായാണ് പരാതി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവാവ്. വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. രണ്ടാമത്തെ വന്ന വണ്ടിയിലെ ഒരു സാറ് എന്ന് പറഞ്ഞു, നിന്റെ അഭിനയമാണ്, നിന്റെ അഭിനയം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നീ കട റൂമിലേക്ക് കയറി, നിന്റെ അഭിനയം ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആളെന്നെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ എനിക്ക് ഇന്ന് പന്തികേട് കണ്ടിട്ട് അവർ കാണാണ്ട് എന്നെ ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോയില്ല. നേരെ അവർ വണ്ടിക്ക് കയറി വരാനാണ് പറഞ്ഞത്. ആദ്യം ലോൺ അടയ്ക്കാനായി കുടുക്കയിൽ സൂക്ഷിച്ച പണം എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിനിടയിൽ സ്ത്രീയെ ആക്രമിച്ച് മോഷ്ടാവ് പണവുമായി കടന്നുകളഞ്ഞു. ലോൺ അടയ്ക്കാനായി കുടുക്കയിൽ സൂക്ഷിച്ച പണം എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിനിടയിൽ സ്ത്രീയെ ആക്രമിച്ച് മോഷ്ടാവ് പണവുമായി കടന്നുകളഞ്ഞു. പുതുക്കാട് തെക്കേത്തുറവ് പള്ളം പൂതംകുറ്റി മോഹൻദാസിന്റെ ഭാര്യ ഉഷയെയാണ് മോഷ്ടാവ് ആക്രമിച്ചത്. ശനിയാഴ്ച രാവിലെ 5:30 സംഭവം. ഓട്ടോ ഡ്രൈവറായ മോഹൻദാസ് ലോൺ അടയ്ക്കാനായി കുടുക്കയിലാണ് പണം സൂക്ഷിക്കാറുള്ളത്. ഭാര്യയെ പണം എണ്ണി തിട്ടപ്പെടുത്തുവാൻ ഏൽപ്പിച്ച് മോഹൻദാസ് കുളിക്കുവാൻ പോയ നേരത്താണ് മോഷണം നടന്നത്. മോഷ്ടാവിന്റെ പിറകെ ഓടിയെത്തിയെങ്കിലും ഉഷയെ ആക്രമിച്ചതായും 6000-ഓളം രൂപ നഷ്ടപ്പെട്ടതായും വീട്ടുകാർ പറയുന്നു. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആള് കുളിക്കാൻ പോയി നേരത്തെ എന്നോട് പൈസ എടുത്ത് എണ്ണിക്കോളൂന്ന് തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയം കണ്ട് ഞാൻ കാശ് ചെപ്പിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് മടിയിൽ വെച്ച് ഇന്ന് എണ്ണി തീർത്ത് തന്നെ ഒക്കെ മടക്കിയിടുന്ന കാരണം അതിനെ നിർത്തിയെടുത്ത് ഓരോന്നെടുത്ത് നീക്കാനായിട്ട് ഇങ്ങനെ വാരി എടുക്കുമായിരുന്നു. ആ സമയത്താണ് വാതിൽ തുറന്ന് വന്ന് ആള് മടിയിൽ നിന്ന് കാശും വാരിക്കൊണ്ട് ഓടി പോയത്. പോവാനായിട്ട് ഞാനും പിന്നാലെ ഓടി വന്നപ്പോൾ എന്നെ ചവിട്ടി താഴെ തട്ടിയിട്ടു. കാശ് ഒരു 10 രൂപയോളം കാശ് ഉണ്ടായിരുന്നു. അതിൽ ഒരു 12,000 കയ്യിൽ തന്നെ ഉണ്ട്. ബാക്കിയുള്ളത് ആള് കൊണ്ടുപോയി. കാശ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വീടിൻ്റെ ഉള്ളിലേ. അത് ലോണൊക്കെ അടയ്ക്കാനുള്ള ഒരു കാശാണ്. അപ്പം അതിന്ന് ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചെപ്പിലത്തെ കാശ് എടുത്ത് ഡെയിലി ഇടുന്ന കാശുണ്ടല്ലോ, അതെടുത്ത് എണ്ണി കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കള്ളം വന്നത്. അത് വാതിൽ ചാരി ഉണ്ടായില്ല, തുറന്നിട്ട് കുറ്റിയിട്ടുണ്ടായില്ലേ. കള്ളം വന്ന് സാധനം എടുത്ത് ഓടി. മണ്ണമ്പേട്ട വട്ടനാത്ര റോഡിലെ പാതയോരത്തെ കാനയുടെ സ്ലാബുകൾക്കിടയിൽ സ്ത്രീയുടെ കാൽ കുടുങ്ങി ഗുരുതര പരിക്ക്. മാടിയാക്കു ജോയ്സിക്കാണ് പരിക്കേറ്റത്. ഈ മാസം 10-നായിരുന്നു സംഭവം. വാഹനങ്ങൾ പാതയോരത്തൂടെ ചേർന്ന് വന്നപ്പോൾ ജോയ്സി സ്ലാബിന് മുകളിൽ നിന്ന് കാൽ വഴുതി വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ കൊടകര ശാന്തി ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തി. ആമ്പല്ലൂർ ആമ്പൽ ഹോട്ടലിലെ ഹൌസ് കീപ്പിംഗ് സ്റ്റാഫായ ഇവർക്ക് 3 മാസത്തോളം വിശ്രമം ആവശ്യമാണെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. നിർധന കുടുംബാംഗമായ ഇവർ സഹോദരന്മാർക്കൊപ്പമാണ് താമസം. സഹോദരന്മാരും കൂലിപ്പണിയെടുത്താണ് കുടുംബം പുലർത്തുന്നത്. ഒരു സഹോദരൻ വാഹന അപകടത്തിൽപ്പെട്ട് ചികിത്സയിലാണ്. കുടുംബത്തിന്റെ പ്രധാന ആശ്രയമായ ജോയ്സിയും കിടപ്പിലായതോടെ കുടുംബം കൂടുതൽ ദുരിതത്തിലായി. ഞാൻ അവിടുന്ന് മണ്ണമ്പേട്ടയിൽ നിന്ന് വരുമായിരുന്നു. വരുമ്പോൾ ഇങ്ങനെ വണ്ടികൾ അപ്പുറം സൈഡ് കിടക്കണ കാരണം റോഡിലേക്ക് ഇറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ സ്ലാമിൽ കൂടെ നടന്നു. അങ്ങനെ വന്ന് ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് കടന്ന് വരുമ്പോൾ ഒരു വണ്ടി ഇങ്ങോട്ട് വരണ കണ്ടപ്പോൾ ഞാൻ
ഈ ഭാഗത്തേക്ക് ചെരിഞ്ഞപ്പോൾ അത് സ്ലാബ് ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ടായില്ല, ആ ഗ്യാപ്പ്. എനിക്ക് കാല പോയി എൻ്റെ. പിന്നെ ആ ലോറിക്കാരൊക്കെ അവിടെ കിടക്കണ കാരണം അവരൊക്കെ വന്ന് എന്നെ കാല് പൊന്തിച്ച് എടുത്ത് കയറ്റി വെച്ചു. പിന്നെ കാലനക്കാൻ പറ്റിയിട്ടില്ല അവിടെ നിന്ന്. അപ്പോൾ പിന്നെ വീട്ടുകാരെയൊക്കെ അറിയിച്ച് എല്ലാവരും വന്ന് കാറിൽ കൊണ്ടുപോയി, ശാന്തിയെ കൊണ്ടുപോയി. അപ്പോൾ തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ ബുദ്ധിമുട്ടായ കാരണം പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് വേദന സഹിക്കാൻ പറ്റാണ്ടായി. ഇപ്പോൾ ഞായറാഴ്ച ഉച്ച തിരിഞ്ഞ് വീണ്ടും ശാന്തിയെ കൊണ്ടുപോയി. അപ്പോൾ തിങ്കളാഴ്ച രാത്രി ഓപ്പറേഷൻ 4 മണിക്ക് ചെയ്തു ഉച്ച തിരിഞ്ഞ്. ഓപ്പറേഷൻ ഫീസും മരുന്നിൻ്റെയൊക്കെ അടക്കം 1 ലക്ഷം രൂപയുടെ അടുത്ത് വന്നു. ഞങ്ങളിപ്പോൾ അത്രയുള്ള കുടുംബമൊന്നല്ല, ഇല്ലാത്ത കുടുംബത്തെ ആൾക്കാരാണ്. കാലിൻ്റെ ഈ കൂച്ചിയുടെ എല്ലിൻ്റെ അതിൻ്റെ ഉള്ളിൽ എല്ലുണ്ട് ഇത്ര, അത് പൊട്ടി ബെൻഡായി. പിന്നെ ആ കുഴ ഒരു 3 ചീകളായിട്ട് പൊളിഞ്ഞു. അങ്ങനെയാണ് ഡോക്ടർ എക്സ്റേ നോക്കിയിട്ട് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്തത്. റോഡിലെ വിവിധ ഭാഗങ്ങളിൽ സ്ലാബുകൾ ഇളകിയ നിലയിലും പൂർണ്ണമായും സ്ലാബുകൾ വിരിക്കാത്ത നിലയിലുമാണ്. നിരവധി യാത്രക്കാർ കടന്നുപോകുന്ന ഇവിടെ സുരക്ഷിത യാത്രയൊരുക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പറഞ്ഞു. പുതുക്കാട് മണ്ഡലത്തിലെ മിക്ക സ്ഥലങ്ങളിലും PWD സ്ലാബ് പണിതുകൊണ്ട് ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന രീതിയിലുള്ള വർക്കാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കിയ അപൂർവ ചികിത്സാ പദ്ധതി പ്രഖ്യാപനവും 61 നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും 39 ഐസൊലേഷൻ വാർഡുകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷയായിരുന്നു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലെ ശിലാഫലക അനാച്ഛാദനവും പൊതുയോഗ ഉദ്ഘാടനവും കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതുപ്രകാരം ആശുപത്രിയിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള പദ്ധതികൾ തയ്യാറായി വരുന്നുവെന്നും അതിന്റെ ഭാഗമായി 3.25 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം എല്ലാവരുടെയും കൂട്ടായ ശ്രമം കൊണ്ട് ആശുപത്രിയെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാമെന്നും MLA ചടങ്ങിൽ അറിയിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സജിത രാജീവൻ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ, CPM പ്രതിനിധി PK ശിവരാമൻ, കോൺഗ്രസ് I പ്രതിനിധി സുധൻ കാരയിൽ, കേരള കോൺഗ്രസ് M പ്രതിനിധി ജോർജ് താഴേക്കാടൻ, ജനതാദൾ പ്രതിനിധി ഫ്രാൻസിസ് പാലത്തിങ്കൽ, HMC പ്രതിനിധി P തങ്കം, ഡെപ്യൂട്ടി DMO ഡോക്ടർ ഫ്ലെമി ജോസ്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സൈമൺ T ചുങ്കത്ത് എന്നിവർ പ്രസംഗിച്ചു. കൊടകര മേൽപ്പാലം കേന്ദ്രീകരിച്ച് ഇരുചക്ര വാഹനങ്ങൾ മോഷണം പോകുന്നത് പതിവാകുന്നു. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിവിധ സ്ഥലങ്ങളിൽ പഠിക്കുന്നതിനും ജോലിക്കുമായി പോകുന്ന നിരവധി പേരാണ് കൊടകര മേൽപ്പാലത്തിനു താഴെ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. 100 കണക്കിന് വാഹനങ്ങളാണ് ഇത്തരത്തിൽ ഇവിടെ പാർക്ക് ചെയ്യുന്നത്. കൊടകരയിൽ നിന്നും ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജോലിയുടെ ഭാഗമായി രാത്രി വൈകി വരുന്നവരുമാണ് ഇത്തരത്തിൽ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. എന്നാൽ ജോലി കഴിഞ്ഞ് രാത്രി വൈകിയെത്തുമ്പോൾ ചിലപ്പോൾ ഹെൽമറ്റ് കാണില്ല, ചിലപ്പോൾ പെട്രോൾ കാണില്ല, ഇനിയും ചിലപ്പോൾ ബൈക്ക് തന്നെ കാണാതാകുന്നതാണ് അവസ്ഥ. ഇതുമായി ബന്ധപ്പെട്ട വിവിധ കേസുകൾ കൊടകര പോലീസ് സ്റ്റേഷനിലുണ്ട്. കൊടകര മേൽപ്പാലത്തിനു താഴെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ടെങ്കിലും രാത്രി വൈകിയാൽ ഓട്ടോറിക്ഷകളുടെ എണ്ണവും കുറയും. മേൽപ്പാലത്തിനു താഴെ CCTV ക്യാമറകൾ സ്ഥാപിച്ച് പെട്രോൾ മോഷണവും ബൈക്ക് മോഷണവും തടയണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ജോലി കഴിഞ്ഞ് രാത്രി വന്ന് വാഹനമെടുക്കാൻ നോക്കുന്ന സമയത്ത് ഒന്നുകിൽ അതിൽ പെട്രോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ വാഹനം തന്നെ ഇവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സാഹചര്യം. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി CCTV ക്യാമറ ഒരുക്കി വാഹനങ്ങൾക്ക് സുരക്ഷ ഒരുക്കണം എന്നാണ് കൊടകര മേൽപ്പാലത്തിന് കീഴെ വാഹനം പാർക്ക് ചെയ്ത് ജോലിക്ക് പോകുന്ന വ്യക്തികൾക്ക് അധികാരികളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. വലിയ നോമ്പിലെ ആദ്യ വെള്ളിയാഴ്ച തന്നെ കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ വിശ്വാസികളുടെ തിരക്ക്. വൈകിട്ട് 5 മണിയോടെ ആരംഭിച്ച തീർത്ഥാടക തിരക്ക് 10 വരെ തുടർന്നു. അടിവാരം പള്ളിയിൽ വിശ്വാസികൾക്ക് കുമ്പസാരിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മലമുകളിൽ കൂടുതൽ വോളണ്ടിയർമാരെ വിന്യസിപ്പിച്ചു. വൈകിട്ട് 11 വരെ നേർച്ച ഭക്ഷണം നൽകി.
തീർത്ഥാടന കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ വിപുലമായ ഫസ്റ്റ് എയ്ഡ് സൗകര്യവും കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയതായും തീർത്ഥാടക കേന്ദ്രം റെക്ടർ ഫാദർ അലക്സ് കല്ലേലി അറിയിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഏരിയ കൺവെൻഷൻ മറ്റത്തൂരിൽ സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ കപ്പ്യാരത്ത് ഉദ്ഘാടനം ചെയ്തു. PR ഷാജൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി അനിത റോയ്, ട്രഷറർ ടീജ ബിജു, ഫാത്തിമ നൂറുദ്ദീൻ, വനജ എന്നിവർ പ്രസംഗിച്ചു. റിട്ടയർമെന്റ് തുക വെട്ടിക്കുറച്ച ക്ഷേമനിധി ബോർഡ് നടപടി പുനഃസ്ഥാപിക്കണമെന്നും പ്രസവാനുകൂല്യം 15,000 രൂപ ഒറ്റത്തവണ വിതരണം ചെയ്യണമെന്നും പ്രമേയം വഴി ആവശ്യപ്പെട്ടു. തൃശ്ശൂർ ജില്ല അവസാനിക്കുന്നതാണ്. ഏതാണ്ട് ഇപ്പോൾ കിടക്കുന്നതും തൃശ്ശൂർ ജില്ലയുടെ തെക്കേറ്റത്തും വടക്കേറ്റത്തുള്ള യാത്ര തെക്കേറ്റത്തെത്താനുള്ള കാലതാമസമാണ് ഉണ്ടായത്. സാധാരണ നമ്മൾ ദൂരെയുള്ള വീടുകൾ വയ്ക്കുമ്പോൾ അരമണിക്കൂർ നമുക്ക് നീട്ടി പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞില്ല. കാരണം സാധാരണ നമുക്ക് എത്താൻ പറ്റും. കഴിഞ്ഞ 15 മിനിറ്റ് വരെ നമുക്ക് പറഞ്ഞ സമയത്ത് എത്താൻ സാധിച്ചു. അതിനേക്കാൾ കൂടുതൽ നേരത്തെ എത്താൻ സാധിച്ചു. അപ്പൊ ഇപ്പോഴും അതിനൊക്കെ പറയുന്ന സംഘടന പറഞ്ഞ കാര്യങ്ങളൊക്കെ പങ്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. നമുക്കിവിടെ കാര്യങ്ങൾ നടത്താനായിട്ട് ചാലക്കുടി പുതിയ സെക്രട്ടറിയാണ്. മുമ്പ് ആയിരുന്നു ആൾ, പിന്നെ ആൾ വിദേശത്ത് പോയി, ഇപ്പോൾ വീണ്ടും സെക്രട്ടറി സ്ഥാനത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചില ആൾക്കാരുടെ ഭാഗത്ത് ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നത് നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാവുന്ന രീതിയിൽ കൂടെ അനുസരിച്ച് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. കാരണം ആദ്യമായിട്ട് കാണുന്ന ആളല്ലാണ്, നമുക്ക് മുൻപ് പരിചയമുള്ള ആളാണ്. ആളെ ഭാഗത്ത് വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല. ആളെ വേദിയിലിരിക്കുന്ന എല്ലാ ഏരിയ മെമ്പർമാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സദസ്സിലിരിക്കുന്ന എല്ലാ കൺവീനർമാരെയും, എല്ലാ ജോയിന്റ് കൺവീനർമാരെയും, എല്ലാ മെമ്പർമാരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുതുക്കാട്, ചെങ്ങാലൂർ എന്നിവിടങ്ങളിൽ നിന്നായി 3 പാമ്പുകളെ പിടികൂടി. ഫിഷ് ടാങ്കിന്റെ വലയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു 6 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയത്. ചെങ്ങാലൂർ പുളിഞ്ചോട് മടത്തിൽപ്പറമ്പിൽ തിലകന്റെ പറമ്പിൽ സ്ഥാപിച്ച ഫിഷ് ടാങ്കിൽ നിന്നുമാണ് പാമ്പിനെ പിടികൂടിയത്. വെള്ളിയാഴ്ച രാത്രി 7 മണിക്കായിരുന്നു സംഭവം. പുതുക്കാട് ഗവൺമെന്റ് സ്കൂളിന് എതിർവശമുള്ള കോമ്പാറ ജോയിയുടെ കടയിൽ നിന്നുമാണ് 5 അടി നീളമുള്ള അണലിയെ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാത്രി 12 മണിക്ക് ഇതുവഴി കടന്നുപോവുകയായിരുന്ന വാഹനയാത്രക്കാരനാണ് പാമ്പിനെ കണ്ടത്. ചെങ്ങാലൂർ രണ്ടാംകല്ല് തൈവളപ്പിൽ TV രാജേഷിന്റെ വീട്ടുപറമ്പിൽ നിന്നുമാണ് 6 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയത്. വനം വകുപ്പിലെ സ്നേക്ക് റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുലം സ്ഥലത്തെത്തിയാണ് 3 പാമ്പുകളെയും പിടികൂടിയത്. സംസ്ഥാന സർക്കാർ ഹരിത കേരള മിഷൻ നവകേരള കർമ്മ പദ്ധതി നെറ്റ് സീറോ കാർബൺ ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന അങ്കൻ ജ്യോതി പദ്ധതിക്ക് വരന്തരപ്പള്ളി പഞ്ചായത്തിൽ തുടക്കം. പദ്ധതിയുടെ ഉദ്ഘാടനവും പഞ്ചായത്തിലെ 41 അങ്കണവാടികൾക്ക് ഇൻഡക്ഷൻ കുക്കറുകളുടെ വിതരണവും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. നവകേരള കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ സി ദിദിക, TV വിമൽകുമാർ, വൈസ് പ്രസിഡന്റ് TG അശോകൻ എന്നിവർ പ്രസംഗിച്ചു. അങ്കണവാടികളിൽ ഊർജ്ജ കാര്യക്ഷമത ഉപകരണങ്ങളും ഭാവിയിൽ സൌരോർജ്ജ ഉപയോഗത്തിലൂടെയും സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യം. ചെമ്പൂച്ചിറ GHS സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറകളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് NS വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ PS ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. KS സതീശൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി TN മധു, പഞ്ചായത്ത് അംഗങ്ങളായ സീബ ശ്രീധരൻ, ശാന്തി ബാബു, ജിഷ ഹരിദാസ്, പ്രിൻസിപ്പൽ ഇൻചാർജ് ശ്രീമതി CR മിനി, പ്രധാനാധ്യാപിക മില K ആൻഡ്രൂസ്, PTA പ്രസിഡന്റ് മഞ്ജു സജി, സുഭാഷ് ചന്ദ്രബോസ്, GC ടിറ്റൻ, സംഘടനാ ട്രഷറർ CV സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ചെമ്പൂച്ചിറ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ 6-ന് കലശാഭിഷേകം, 10 മുതൽ 1:35 വരെ കാവടി ആഘോഷം, വൈകുന്നേരം 4 മുതൽ 6:30 വരെ കാഴ്ചശീവേലി, 5 മുതൽ 6 വരെ കുടമാറ്റം, 6:45-ന് ആകാശവിസ്മയം എന്നിവ ഉണ്ടായിരിക്കും. ചെമ്പൂച്ചിറ നൂലുവള്ളി ദേശങ്ങളുടെ നേതൃത്വത്തിൽ 18 ഗജവീരന്മാരെ അണിനിരത്തിയാണ് എഴുന്നള്ളിപ്പ് നടക്കുക. 20-ന് പള്ളിവേട്ടയും 21-ന് ആറാട്ടും നടക്കും. പൂക്കോട് SNUP സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും തിങ്കളാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന പരിപാടി മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സീനിയർ ആർട്ടിസ്റ്റ് ജയരാജ് വാര്യർ എന്നിവർ പങ്കെടുക്കും. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക CK ബിന്ദുമോൾക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകും. റെഡിലാൻഡ്സ് വോളിബോൾ സെന്ററിലേക്ക് വോളിബോൾ താരങ്ങളെ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് മികച്ച കോച്ചുകളുടെ കീഴിൽ
വോളിബോൾ പരിശീലനം, താമസം, ഭക്ഷണം, വിദ്യാഭ്യാസം, ഹൌസ് ട്യൂഷൻ, സ്പോർട്സ് കിറ്റ്, ജിം, വാർഷിക ടൂർ എന്നിവ സൌജന്യമായി നൽകും. 8, 9, 10, +1 ക്ലാസുകളിലേക്കാണ് അഡ്മിഷൻ. ഞായർ രാവിലെ 11-ന് സെലക്ഷൻ ട്രയൽസ് ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 944241 എന്ന നമ്പറിൽ വിളിക്കുക. നന്ദിപുലം എടേലപ്പള്ളി ദുർഗാദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഞായറാഴ്ച കൊടിയേറും. കൊടിയേറ്റ ദിവസം വൈകിട്ട് 6:30-ന് രഥസമർപ്പണവും ഗോളക സമർപ്പണവും നടക്കും. 8-ന് നടക്കുന്ന കൊടിയേറ്റ ചടങ്ങിന് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് താമരപ്പള്ളി ദാമോദരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. 23-ന് വലിയ വിളക്കും, 24-ന് പള്ളിവേട്ടയും, 25-ന് ആറാട്ടും നടക്കും. KLM പുതുക്കാട് ഫൊറോന വാർഷിക സമ്മേളനം ഞായറാഴ്ച നടത്തും. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നടക്കുന്ന ചടങ്ങ് ഫാദർ പോൾ തേക്കാനത്ത് ഉദ്ഘാടനം ചെയ്യും. ഫൊറോന പ്രസിഡന്റ് ബേബി വാഴക്കാല അധ്യക്ഷത വഹിക്കും. കാലാവസ്ഥ. കൂടിയ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. ആമ്പല്ലൂർ പാലപ്പള്ളി റോഡിൽ ആമ്പല്ലൂർ മുതൽ വരാക്കര വരെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തിങ്കളാഴ്ച മുതൽ പണി പൂർത്തീകരിക്കുന്നതുവരെ ഗതാഗതം ഭാഗികമായി നിരോധിച്ചിരിക്കുന്നതായി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിന്റെ അലൂമിനി അസോസിയേഷൻ ജനറൽ ബോഡി മീറ്റിംഗ് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കോളേജ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5720 രൂപ, പവന് 45,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മർദ്ദനത്തിൽ യുവാവിന് കേൾവിശക്തി നഷ്ടപ്പെട്ടതായി പരാതി. ആനന്ദപുരം സ്വദേശി ഷിബിനാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ലോൺ അടയ്ക്കാനായി കുടുക്കയിൽ സൂക്ഷിച്ച പണം എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിനിടയിൽ സ്ത്രീയെ ആക്രമിച്ച് മോഷ്ടാവ് പണവുമായി കടന്നുകളഞ്ഞു. തെക്കേത്തുറവ് പൂതംകുറ്റി ഉഷയെയാണ് മോഷ്ടാവ് ആക്രമിച്ചത്. മണ്ണമ്പേട്ട വട്ടനാത്ര റോഡിലെ പാതയോരത്തെ കാനയുടെ സ്ലാബുകൾക്കിടയിൽ സ്ത്രീയുടെ കാൽ കുടുങ്ങി ഗുരുതര പരിക്ക്. മാടിയാക്കു ജോയ്സിക്കാണ് പരിക്കേറ്റത്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിന്റെ ശിലാഫലക അനാച്ഛാദനവും പൊതുയോഗ ഉദ്ഘാടനവും KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകര മേൽപ്പാലം കേന്ദ്രീകരിച്ച് ഇരുചക്ര വാഹനങ്ങൾ മോഷണം പോകുന്നത് പതിവാകുന്നു. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഏരിയ കൺവെൻഷൻ മറ്റത്തൂരിൽ സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ കപ്പ്യാരത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.